സോ കീം 2024 സൂപ്പർ ക്വസ്റ്റ്യൻ സീരീസ് ഇതിൽ മെയിൻ ആയിട്ട് ആദ്യം തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ബേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ A4 ഷീറ്റിനകത്ത് ഫോർമുലാസ്, ട്രിക്സ്, അതുപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകുക. സോ എല്ലാവരും കൃത്യമായിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് -2x² + 1 ആൻഡ് g ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x - 3. ദെൻ ഗോ ഓഫ് -1. ഗോ ഓഫ് -1 ആണ് കണ്ടത്. അപ്പൊ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗോ ഓഫ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, g ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് ഈ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത്. സോ വളരെ സിമ്പിൾ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്, g ഓഫ് എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എത്രയാ? -2x² + 1 -2x² + 1. ക്വസ്റ്റിൻ്റെ അകത്ത് g ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എത്രയാണ് g ഓഫ് എക്സ്? g ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x - 3. ഇതാണ് g ഓഫ് എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4ന്റെ അവിടെ 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കണം -2x² + 1 - 3 എന്ന് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ അല്ലേ? 4 ഇൻറ്റു -2x² എന്ന് പറയുമ്പോൾ എത്ര? -8x² + 4 -3 എന്ന് വരും. അതപ്പോൾ എന്താവും? -8x² + 4 - 3 എന്ന് പറയുമ്പോൾ എത്ര വരും? +1 എന്ന് വരും. -8x² + 1 എന്ന്. അതിന്റെ കൂട്ടത്തിൽ -1. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച g ഓഫ് -2x² ആണ്. അപ്പം -1 കൊടുക്കുക. -8 ഇൻറ്റു -1 ദി ഹോൾ സ്ക്വയർ + 1. അപ്പോൾ എന്താവും? -8 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -8 തന്നെ വരും, +1 എന്ന് വരും, ഈക്വൽ ടു -7 എന്ന് വരും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വിചാരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ g ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് g ഓഫ് എഫ് കാണാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതാണ് ജിന്റെ ഉള്ളിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ജിന്റെ എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിന്റെ ആ ഫംഗ്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ഇത്രയും സംഭവമുള്ളൂ. ശേഷം അവർ ഓഫ് -1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഫംഗ്ഷൻ കിട്ടിയിട്ട് -1 ഇട്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസും കൂടി പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്ത് ട്രിക്ക് പഠിക്കാം. ഇപ്പൊ ഫോഗ് ഓഫ് -1 ആണ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് g ഓഫ് എക്സ് ആയിരിക്കും ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്നുമില്ല, എഫിന്റെ ഫംഗ്ഷൻ്റെ അകത്ത് g ഓഫ് എക്സിന്റെ 4x - 3 എന്ന് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്തു പഠിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. അടുത്ത ചോദ്യം, ഇഫ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? a*b. അവരെന്താ പറഞ്ഞത്? a*b എന്ന് പറഞ്ഞാൽ എന്താണ്? a/b + b/a + 1/ab. ഇതാണ് ആ ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞിട്ട് ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എയും അതേപോലെ തന്നെ ബിക്കും. അപ്പൊ 2*5 ഒന്നുമില്ല, 2*5 എന്ന് പറഞ്ഞത്രയ്ക്കും 2*5 a*. അപ്പൊ എന്റെ സ്ഥാനത്തൊക്കെ 2 ഇടുക, ബിന്റെ സ്ഥാനത്തൊക്കെ 5 ഇടുക. അപ്പൊ എന്റെ സ്ഥാനത്ത് 2 ഇടുമ്പോൾ സംഭവിക്കും 2, ബിന്റെ സ്ഥാനത്ത് 5 പ്ലസ് ബിന്റെ സ്ഥാനത്ത് 5, എന്റെ സ്ഥാനത്ത് 2 പ്ലസ് 1/ab എന്ന് പറയുമ്പോൾ 5 × 2 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ഇത്രയുള്ള പരിപാടി. ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാനുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാം? ഇതിനൊക്കെ LCM എടുത്തോളൂ എല്ലാവരും. എല്ലാത്തിനും താഴത്തെ എല്ലാത്തിനും വെച്ചാൽ 2/5 നമ്മൾ എന്താക്കാം? 10 ആക്കാൻ വേണ്ടിയിട്ട് മേലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, 5/2 മനസ്സിലാവാത്തവർ നോക്കുക. LCM എടുക്കുക. ഇതിന് എത്രയ്ക്കും വരിക? 5 വരും. ഇവിടെ നമുക്ക് 5 വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/10. ഇത് ഹോൾ ബൈ 10 എന്ന് വരും. എന്ന് വെച്ചാൽ 2 × 2 പ്ലസ് 5 × 5 പ്ലസ് 1/10 എന്ന് വരും. ഓക്കെ, ഇതിനെന്താ സംഭവിക്കും? 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 പ്ലസ് 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര? 30 ആവും. അപ്പോൾ /10. അപ്പോൾ എന്ത് വരും? 30/10 എന്ന് വരും. ആൻസർ എത്ര വരും? ആൻസർ എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഈ ബൈനറി ഓപ്പറേഷൻസ് നിങ്ങൾക്ക് നാളെ മാറ്റി ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും. അവർ പറയും 2 നമ്പർ, ഇപ്പം 3*5 നിങ്ങളോട് കാണാൻ പറഞ്ഞു. അതേപോലെ അവർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ a*b ഈസ് ഈക്വൽസ് ടു 1/ab + b/a എന്നോ എങ്ങനെ വേണം അവർക്ക് ചോദിക്കാം. സോ അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ഇത് നോക്കുക. അപ്പൊ ആദ്യം എന്താക്കുക? ഈ ഫോർമുല എഴുതി വെക്കുക. അതിന്റെ താഴത്ത് നേരെ ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മെല്ലെ കാൽക്കുലേഷൻ ചെയ്ത് പോകും. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം ചെയ്താലോ? അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ്. a is equal to 1 2 3 4 5, b is equal to 2 4 6, then a - b. സത്യം പറയുന്നത് കീമിന് ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്. കാരണം വളരെ സിമ്പിൾ അല്ലേ? നോക്ക്, എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എന്റെ അകത്ത് ബി കുറയ്ക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം എ എടുത്ത് എഴുതാം. സെറ്റ് എ എന്ന് എഴുതുക. അത് അറിയാത്ത കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യണം. 1 2 3 4 5 എഴുതി. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം 2 4 6. ബി എഴുതി. ഞാൻ സെറ്റിന് ഇങ്ങനെയാണ് സെറ്റ് എന്ന് ഇടുന്നത് എനിക്കറിയാം. നമുക്ക് എൻട്രൻസിനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ a - b ആണ് ചോദിച്ചത്. a - b എന്ന് വെച്ചതാണ്. ഓക്കെ, ബിയിലുള്ള ടേംസ് ഒക്കെ എഴുതാം. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല ട്രിക്ക് എന്ന് പറയുന്നതാണ്, ഡൗട്ട് വരാതെ 2 4 6 ആണ് ബിയിലുണ്ട്, അതൊക്കെ കട്ട് ചെയ്യുക. 2 ബിയിലുണ്ട്, അപ്പൊ അത് കട്ട് ചെയ്യുക. 4 ബിയിലുണ്ട്, അത് കട്ട് ചെയ്യുക. 6 ഇതിലില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അപ്പൊ 1 3 5 അപ്പൊ ആൻസർ എന്താണ്? 1 3 5.
ആൻസർ ആയില്ലേ 135. നോക്കാമല്ലോ ആൻസർ ഓപ്ഷൻ ഉണ്ടോ? യെസ് 135. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്നായിരിക്കുന്നു. So, in a group of 100 persons, 80 people can speak Malayalam, 60 can speak English, then number of people who speak English only. English മാത്രം സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ഫോർമുലയാണ്. നേരത്തെ ഞാൻ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം ഫോർമുല തന്നെയാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ യൂണിയൻ ബി, അതറിയണം. എൻ ഓഫ് എ യൂണിയൻ നേരത്തെ പഠിച്ചെന്നുള്ള എൻ ഓഫ് എ യൂണിയൻ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്, വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്. അടുത്ത ഞാൻ നേരത്തെ വീണ്ടും പഠിച്ചു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ ഞാൻ പഠിപ്പിച്ച വീണ്ടും ഫോർമുല ഒന്നുകൂടി ഇതാണ്. എൻ ഓഫ് എ മൈനസ് ബി എന്നൊരു ഫോർമുലയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ഈ ഫോർമുല. രണ്ട് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദിച്ചത് ഗ്രൂപ്പ് ഓഫ് 100 പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് 100 പേഴ്സൺ അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എ യൂണിയൻ. നമ്മളിവിടെ മലയാളം ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഞാൻ എം എന്ന് എടുക്കുകയാണ്, ഇ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പം എൻ ഓഫ് എം യൂണിയൻ ഇ ആണ് എന്ത്? 100 പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ ഞാൻ 80 പീപ്പിൾ സ്പീക്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ ഓഫ് എം എത്രയാണ്? 80 ആണ്. ഓക്കെ, അതേപോലെ തന്നെ എൻ ഓഫ് ഇ എത്രയാണ്? അത് നമുക്ക് തന്നിട്ടുണ്ട് 60, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. അപ്പോൾ ഇത്രയും കേസ് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഈ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? 100 ഈസ് ഈക്വൽ ടു എൻ ഓഫ് മലയാളം എത്രയാണ്? 80 പ്ലസ് 60 മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ. നമ്മളിവിടെ എൻ്റെ ടേംസിൽ എഴുതിയുള്ളൂ, അത് തന്നെയാണ് ഇവിടെ എമ്മിൻ്റെ ടേംസിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എന്ത് 80 പ്ലസ് 60 140 വരും. ഇതിങ്ങോട്ട് പോകുമ്പോൾ സംഭവിക്കും 100 മൈനസ് 140 ഈസ് ഈക്വൽസ് ടു മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ എന്ന് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൈനസ് 40 ഈസ് ഈക്വൽസ് ടു മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ എന്ന് വരും. അപ്പോൾ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 40 എന്ന് വരും. ഓക്കെ, നമ്പർ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ 40 എന്ന് വരും. ഓക്കെ, 40 കിട്ടി. നമ്മളോട് പറഞ്ഞ ആൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത്. നോക്ക്, ഈ സെയിം ഫോർമുല ഒന്ന് മാറ്റി എഴുതിയ പോലെ എൻ ഓഫ് ഇ മൈനസ് എം is equals to n of e minus n of e intersection m. എത്ര വലിയ പരിപാടിയുള്ളൂ, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. എത്ര എഴുതണം? n of e minus m എന്ന് പറഞ്ഞാൽ എത്രയാ? n of e minus m നമുക്ക് സോറി n of e minus m ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷ് മാത്രം. അപ്പോൾ എത്രയായിരിക്കും വരിക? n of e minus m is equals to n of e. n of e എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 40. 60 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 20. സോ 20 പേരാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത്. വെറും 20 പേര്. 20 പേര് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് അല്ല മലയാളം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഞാൻ കൂടെ ചെയ്യുന്നുള്ള ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് മാത്രമാണ് നിങ്ങൾ എങ്ങനെ ചെയ്യും? എൻ ഓഫ് എന്ത് ചെയ്യും? എൻ ഓഫ് എം മൈനസ് ഇ ഈസ് ഈക്വൽസ് ടു എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ. എം ഇന്റർസെക്ഷൻ ഇയും ഇ ഇന്റർസെക്ഷൻ എമ്മും രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ? എൻ ഓഫ് എം എത്ര? എൻ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 80 വന്നിട്ടുണ്ട്. മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ 40 വന്നിട്ടുണ്ട്. 80 മൈനസ് 40 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 80 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 40 വരും. സോ 40 ആൾക്കാരാണ് മലയാളം മാത്രം സംസാരിക്കുന്നത്. സോ നമ്മുടെ ചോദ്യത്തിൽ 20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ പ്രോബ്ലം ഒരു ട്രിക്ക് പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് ഇതും മനസ്സിലായിരിക്കുന്നു. വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ സിമ്പിൾ പ്രോബ്ലംസ് സെലക്ട് ചെയ്താണ്, നിങ്ങൾക്ക് ബേസിക്സ് മനസ്സിലാവും. സോ ഈ രണ്ട് ഫോർമുല പഠിക്കാതെ ആരും പോകരുത്. റൈറ്റ് ഇൻ യുവർ എഫ് ഷീറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.